ചെങ്കൽ ശിവപാർവതി ക്ഷേത്രത്തിൽ നിന്നും തിരിച്ച് NH-66 പ്രവേശിച്ച് ഞങ്ങൾ ആഴിമല ലക്ഷ്യമാക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി തിരിച്ചു വന്നപ്പോഴത്തേക്ക് 8ൻ്റെ പണിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. വണ്ടിയുടെ ഫ്രണ്ടിലത്തെ 2 ടയറും പഞ്ചറായിട്ട് ഒരു തരി കാറ്റ് പോലും ഇല്ലാതിരിക്കുന്നു. പിന്നെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളോട് പറഞ്ഞപ്പോഴത്തേക്കും അവർ നമ്പർ എടുത്തിട്ട് 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ വിളിച്ച് പറഞ്ഞിട്ട് അവിടുന്ന് ആൾ വന്ന് വണ്ടിയുടെ ടയറൊക്കെ അഴിച്ചുകൊണ്ട് പോയി പഞ്ചർ ഒട്ടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. വളരെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരുപറ്റം മനുഷ്യരായിരുന്നു അവിടെ ഉണ്ടായിരുന്നതെന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. വളരെ മനോഹരവും വലുപ്പമുള്ളതുമായ ഇത്തരം ഹൈവേകളാണ് നമ്മുടെ നാടിൻ്റെ വികസനത്തിനാവശ്യം. ഇങ്ങനെയുള്ള ഹൈവേകൾ നമ്മളുടെ യാത്ര വളരെ സുഗമമാക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. റോഡിന് ഇരുവശവുമുള്ള മതിൽക്കെട്ടുകൾ കർട്ടൻ പ്ലാന്റ് വെച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി മനോഹരമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ഇന്നത്തെ അവസാനത്തെ ഡെസ്റ്റിനേഷൻ കൊല്ലത്തിനടുത്തുള്ള അഞ്ചുതെങ്ങ് കോട്ടയായിരുന്നു. ടയർ പഞ്ചറായതുകൊണ്ട് സമയം വൈകിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, യാതൊരു സിഗ്നൽ ബോർഡും ആഴിമല ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനായി നാഷണൽ ഹൈവേയിൽ വെച്ചിട്ടില്ല. അത് കാരണം ഞങ്ങൾക്ക് കുറച്ച് വഴി തെറ്റി പുളിങ്കുടി എന്ന സ്ഥലത്തു നിന്നും നാഷണൽ ഹൈവേയുടെ അപ്രോച്ച് റോഡിൽ കയറി അണ്ടർപാസിൽ കൂടെ റോഡിൻ്റെ എതിർവശത്തെത്തിയിട്ട് പടിഞ്ഞാറ് ദിശയിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് ആഴിമലയിലെത്തുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിനടുത്ത് പുളിങ്കുടിയിൽ കടൽത്തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ഹൈന്ദവ ക്ഷേത്രമാണ്. വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് ആഴിമല. ഒരു ക്ലിഫ് ബീച്ചാണ് ഇവിടെയുള്ളത്. അൻപത്തിയെട്ട് അടി ഉയരമുള്ള ശ്രീ പരമേശ്വരൻ്റെ ഗംഗാധരേശ്വര രൂപത്തിലുള്ള മനോഹരമായ ശില്പമാണ് പ്രധാന ആകർഷണം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയാണ് ഇത്. ജാതിമത ഭേദമന്യേ വിശ്വാസികളായ എല്ലാവർക്കും ഇവിടെ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. ആഴിമല സ്വദേശിയായ PS ദേവദത്തൻ എന്ന ആളാണ് ഇതിൻ്റെ ശില്പി. 2014 ശില്പത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. 2020 നിർമ്മാണം പൂർത്തിയാക്കി. അതേ വർഷം ഡിസംബർ 31 ശില്പം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. ഗംഗാദേവിയെ ജടയിൽ നിന്നും മോചിപ്പിക്കുന്ന ചതുർഭുജങ്ങളോട് കൂടിയ ശിവനെയാണ് ശില്പം ചിത്രീകരിക്കുന്നത്. ശില്പത്തിൻ്റെ പിന്നിലെ വലത് കൈയിൽ ഡമരുവും മുൻ വലത് കൈ വലത് തുടയിലും പിന്നിലെ ഇടത് കൈയിൽ ത്രിശൂലവും മുൻ ഇടത് കൈ ജടയ്ക്കുള്ളിലൂടെ ഉയർത്തിയ നിലയിലുമാണ്. 20 അടി ഉയരമുള്ള ഒരു പാറയിലാണ് ഈ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത്. കടലിനോട് വളരെ ചേർന്നുള്ളതിനാൽ കടൽക്കാറ്റിനെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന. ശിവരൂപത്തിന് താഴെ 3 നിലകളിലായി 3500 ചതുരശ്ര അടി വിസ്തീർണമുള്ള ധ്യാനമണ്ഡപവും നിർമ്മിക്കുന്നുണ്ട്. ഈ മനോഹരമായ ശില്പം നിർമ്മിച്ച ശില്പിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കുഞ്ഞിനെ എടുക്കാനായിട്ട് അമ്മയോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. റിസോർട്ടുകളൊക്കെ ഇതിന് സമീപ പ്രദേശത്തുണ്ട്. ധാരാളം വിദേശികളൊക്കെ വരുന്നതാണ്. കുറച്ചധിക സമയം അവിടെ നിന്ന് കടൽക്കാറ്റേറ്റു. നമുക്ക് വിവേകാനന്ദ പാറയിൽ പോകുമ്പോൾ ഉണ്ടാവുന്ന അതേ ഒരു അനുഭവമാണ് ആഴിമലയിൽ എത്തുമ്പോഴുണ്ടാവുന്നത്. യാത്രയിൽ നമ്മൾ ആഹാരമൊക്കെ തയ്യാറാക്കി പോകുമ്പോൾ വളരെ ഒരു സന്തോഷവും പ്രത്യേക അനുഭവമാണ്. നമ്മളെപ്പോഴും ഹോട്ടലിൽ പോയി കഴിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് റോഡിലിരുന്നൊക്കെ ഒരു കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം എന്ന് പറയുമ്പം അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. എനിക്കും എൻ്റെ ഫാമിലിക്കും ഇതൊക്കെ വളരെ ഇഷ്ടപ്പെട്ട കാര്യമായതുകൊണ്ട് ഞങ്ങൾ എവിടെ പോയാലും ഇങ്ങനെ ആഹാരം ഉണ്ടാക്കി കൊണ്ടുപോകാനായിട്ടാണ് ശ്രമിക്കാറ്. ഒരു നേരമോ മറ്റോ ഹോട്ടലിൽ കഴിക്കും. അല്ലാത്ത സമയങ്ങളിലെല്ലാം ഞങ്ങൾ കൊണ്ടുപോകുന്ന ആഹാരം കഴിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. എവിടെയെങ്കിലും സൗകര്യപ്രദമായ സ്ഥലം കിട്ടുമ്പോൾ അവിടെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സന്തോഷവും അതിൻ്റെ ഒരു സുഖവും ഒന്ന് വേറെ തന്നെയാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ നിയമസഭ ലക്ഷ്യമാക്കി തിരുവനന്തപുരം നഗരത്തിലേക്ക് യാത്രയായി.